ഒരു നാടിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ദാരിദ്ര്യങ്ങളില്ലാതെ പട്ടിണിയില്ലാതെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം കഴിഞ്ഞുകൂടുക, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അവിടുത്തെ മനുഷ്യർ ജീവിക്കുക, ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിലെ സ്വർഗമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ മനുഷ്യന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് ശാന്തസുന്ദരമായിരിക്കുന്ന അല്ലെങ്കിൽ പട്ടിണിയില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരു നാടിനെ എങ്ങനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും? വളരെ നിസ്സാരമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം മനുഷ്യർക്ക് അതിന് കഴിയും. മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ പട്ടണങ്ങളും ഒക്കെ കോർപ്പറേറ്റിൻ്റെ കൺട്രോളിൽ വരാതെ, കോർപ്പറേറ്റിൻ്റെ സ്വാധീനം വരാതിരിക്കാമെങ്കിൽ, കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കോർപ്പറേറ്റുകളെയും ഞാനതിൽ ഉൾപ്പെടുത്തുന്നില്ല. ചില കോർപ്പറേറ്റുകളുണ്ട് മനുഷ്യന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പല കോർപ്പറേറ്റുകളും ഉണ്ട്. പൂർണ്ണമായും കോർപ്പറേറ്റുകളെ നമുക്ക് അകറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ. കാരണം നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഫലപ്രാപ്തമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യപ്രാപ്തമായ രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ BSNL ഈ നാട്ടിൽ ഏറ്റവും ശക്തമായി അത് ഫങ്ഷൻ നടത്തുകയാണെങ്കിൽ എത്രയോ പേർക്ക് ജോലി ആ പ്രസ്ഥാനത്തിൽ, ആ കമ്പനിയിലുണ്ടാകും. എത്രയോ ജനോപകാരപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. എപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ലാഭങ്ങൾ മാത്രം നോക്കിയല്ല അവർ പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ KSRTC, പലപ്പോഴും പറയാം നമ്മൾ ലാഭമില്ല എന്ന് പറയുമ്പോഴും KSRTCക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങളുമായിട്ട്. കാരണം ഒരിടത്തു നിന്ന് ലാഭം ഉണ്ടാക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ രാത്രിയിലേക്ക് ഓടുന്ന റൂട്ടുകൾ പല സ്ഥലങ്ങളിലേക്കും KSRTC ഉള്ളൂ. വളരെ കുറച്ച് ആളുകളെയും കൊണ്ടാണ് അത് യാത്ര ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ് സംവിധാനത്തിന് എപ്പോഴും ലാഭം മാത്രം നോക്കിയാൽ പോരാ, മനുഷ്യരുടെ സംരക്ഷണവും സുരക്ഷയും അവരുടെ ബേസിക് നീഡ്സും എല്ലാം നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ പട്ടണങ്ങളും ഒക്കെ സന്തോഷമായി സമൃദ്ധിയായി ജീവിക്കാനായിട്ട് നിസ്സാരമായിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതെല്ലാം സാധ്യമായി തീരും. ഒന്നാമത്, നമ്മുടെ നാട്ടുമ്പുറങ്ങളെ സമൃദ്ധിയാക്കുവാൻ നാട്ടുമ്പുറങ്ങളിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന ചെറുകിട ബിസിനസ്സുകൾ, വ്യവസായങ്ങൾ, കൊച്ചു കൊച്ചു സംരംഭങ്ങൾ എല്ലാം വളരെയധികം ടേക്ക് കെയർ ചെയ്യപ്പെടണം. അതിന് ആ നാട്ടിലെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണം. ഒരാൾ നന്നാകുമ്പോൾ ആൾ കൂടുതൽ നന്നാകാനായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ ആ നാട്ടിലെ പഞ്ചായത്ത്, വില്ലേജ്, കൃഷിഭവനുകൾ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു നാടിനെ സുന്ദരമാക്കാമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അവർക്കതിനെ സുന്ദരമാക്കാൻ കഴിയും. കാരണം നമ്മുടെ നാടൊക്കെ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടുപുറം എന്ന് പറയുന്നതും പട്ടണങ്ങളെന്നൊക്കെ പറയുന്നതും തീർത്തും വിഭവശേഷി കുറഞ്ഞ നാടോ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയില്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല. വളരെയധികം ഉൽപ്പാദനക്ഷമതയുള്ള, കാര്യപ്രാപ്തിയുള്ള മനുഷ്യരും ഉൽപ്പാദനക്ഷമതയുള്ള കാലാവസ്ഥയും മണ്ണും എല്ലാം നമുക്കുള്ള ഒരു നാട്ടിൻപുറങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ ഫലഭൂഷ്ടമാക്കി മാറ്റാൻ എടുക്കുന്ന കൂട്ടായ പ്രവർത്തനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെയാണ് ഒരു നാടിനെ ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ബേസിക്കായിട്ട് നമുക്ക് ഭക്ഷണ മേഖലയിലുള്ള ഈ കോർപ്പറേറ്റ് സ്വാധീനവും അതുപോലെ തന്നെ വ്യക്തികളുടെ അറിവില്ലായ്മയും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ലഭിക്കാതെ വരുമ്പോൾ അവർ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രക്രിയകളൊക്കെ നമ്മുടെ നാടിൻ്റെ ആരോഗ്യത്തെയും സമ്പദ്ഘടനയെല്ലാം നശിപ്പിക്കും. വിശേഷിച്ച് വലിയ കോർപ്പറേറ്റുകൾ നൽകുന്ന ഭക്ഷണങ്ങൾ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവരത് നൽകുന്നത്. അല്ലാതെ അവരുടെ ആരോഗ്യമെന്ന് പറയുന്നത്, അവർ നമുക്ക് നൽകുന്ന ആരോഗ്യം എന്ന് പറയുന്നത് പരസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അവരുടെ പരസ്യങ്ങളിനപ്പുറത്ത് അവരുടെ ഭക്ഷ്യോൽപാദനങ്ങൾ കൊണ്ട് നമുക്കൊരു ആരോഗ്യം ഉണ്ടാകാൻ പോകുന്നില്ല. വിശേഷാൽ സൂപ്പർ മാർക്കറ്റുകളിലും കോർപ്പറേറ്റ് ഷോറൂമുകളിലൊക്കെ നിങ്ങൾ പോയി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സമയത്ത് അവരുടെ ലാഭം മാത്രമാണ് അവർ മുൻനിർത്തുന്നത്. അവരുടെ നമുക്ക് വേണ്ടിയുള്ള അവരുടെ കരുതലും ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിലും കരുതലുകളും മറ്റും എല്ലാം അവരുടെ പരസ്യവാചകങ്ങളിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർക്ക് ഇതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല, ചിന്താകുലരല്ല എന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്ത് ഞാൻ എൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഭക്ഷണ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ തയ്യാറായാൽ എൻ്റെ നാട് നന്നാവും. എൻ്റെ നാട്ടിൽ ഒരുപാട് വഴി കച്ചവടക്കാരായിരിക്കുന്ന ആൾക്കാർ അവർ നന്നാവും. ഞങ്ങൾ ഫാം ട്രീ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഞങ്ങൾ പ്ലാനിട്ട് അതിൻ്റെ പ്രക്രിയകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു നാടിനെയും ആ നാടിൻ്റെ സമ്പദ്ഘടനയോ ആ നാട്ടുകാരുടെ സമ്പദ്ഘടനയോ വ്യവസ്ഥയോ തകർക്കരുത്. നമ്മൾ ചെല്ലുന്നത് കൊണ്ട്, ഒരു ഗ്രാമത്തിലോ ഒരു പട്ടണത്തിലോ നമ്മൾ ചെല്ലുന്നത് കൊണ്ട് ആ ഗ്രാമവും ആ പട്ടണവും ഏറ്റവും ഉല്ലാസപ്രദമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് എത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഫാം ട്രീ എന്ന് പറയുന്ന കമ്പനി ഓരോ ഗ്രാമങ്ങളിൽ എത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രാമത്തിൻ്റെ മനസ്സറിഞ്ഞ് ആ ഗ്രാമത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് കമ്പനി ആഗ്രഹിക്കും. അവിടുന്ന് എന്തൊക്കെയാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് പുരോഗതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സമ്പദ്ഘടനയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതാണ് കമ്പനി റിസർച്ച് ചെയ്യുന്നത്. കമ്പനിയുടെ മെയിൻ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങൾ പ്ലാൻ യുവർ മീൽ, സേവ് യുവർ കൺട്രി, ഫീഡ് ദ വേൾഡ് എന്ന് പറയുന്നത്. പ്ലാൻ യുവർ മീൽ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്ലാൻ യുവർ മീൽ? പ്ലാൻ യുവർ മീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി നമ്മുടെ മീൽ പ്ലാൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഫുഡ് സപ്ലൈകൾ, അതായത് ഈവൻ വെജിറ്റബിളും പച്ചക്കറിയുമൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് കൃത്യമായി നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാൻ കഴിയും. അത് ഏറ്റവും ഫ്രഷായിട്ട്, കെമിക്കലില്ലാതെ, പ്രിസർവേറ്റീവ് ചേർക്കാതെ ഈ സാധനങ്ങൾ വീട്ടിലെത്തും. ഒരു 3-4 ദിവസം കൊണ്ട് ഇത് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ തന്നെ ഫിഷ്, മറ്റു കാര്യങ്ങളൊക്കെ ഒരു പ്ലാൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പഴകിയ മീനല്ലാതെ, ഇപ്പം ഞാൻ പറയാം, വലിയ മീനൊക്കെ ചെറിയ കടക്കാർ 10-40 കിലോ മീൻ വരുന്ന ഓലക്കുടയും പോലെയുള്ള വലിയ മീനുകളൊക്കെ എടുത്തിട്ട് സാറിൻ്റെ ചെറിയ കച്ചവടക്കാർ എന്ത് ചെയ്യുന്നത്, അവർക്കതൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും വിറ്റ് തീർക്കാൻ കഴിയത്തില്ല. അവരതിന് ഐസിട്ട്, അമോണിയ ഐസൊക്കെ ഇട്ട് അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചതിന് ശേഷമായിട്ട് ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെയാണ് പല കച്ചവടക്കാരും ഇതൊക്കെ വിറ്റ് തീർക്കുന്നത്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രഷ് സാധനം വരുമ്പോൾ തന്നെ 50 അല്ല 500 കിലോ ഉണ്ടെങ്കിൽ കസ്റ്റമർക്കെല്ലാം അന്നങ്ങ് വീതിച്ചു കൊടുക്കാമെങ്കിൽ വിതിൻ 24 hours നമ്മുടെ ഈ സാധനങ്ങൾ അവരുടെ വീടുകളിൽ എത്തുന്നെങ്കിൽ അവർക്ക് ആരോഗ്യകരമായിരിക്കുന്ന ഭക്ഷണം ലഭിച്ചു. അത് കഴിക്കുന്നതുകൊണ്ട് അവരുടെ കിഡ്നി, ലിവർ, കരൾ എല്ലാം സേഫായിട്ടിരിക്കുന്നു. അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അവരുടെ ആരോഗ്യം കൊണ്ട് അവരുടേതായിരിക്കുന്ന ജോലികളിൽ മുഴുകുന്നു. അവർ ഉൽപ്പാദനക്ഷമതയുള്ളവരായി മാറുന്നു. അവർക്ക് ഉൽപ്പാദകരായി മാറാനായിട്ട് അവർക്ക് കഴിയുന്നു. അവർ ഉൽപ്പാദന രംഗത്തേക്ക് വരുന്നു. അവരും ഈ രാജ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇതാണ് ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരിയായ ഒരു മീൽ പ്ലാനിങ് വഴി എത്ര ലക്ഷം ടൺ ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? ഈ രാജ്യത്ത് വിതരണ ശൃംഖലയിൽ വരുന്ന പരാജയം കൊണ്ട് ടൺ കണക്കിന് പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വേസ്റ്റായി പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ആപ്പിളിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 10 ദിവസം വരെ നിൽക്കത്തുള്ളതാണ് ജമ്മുവിൽ നിന്ന് ആപ്പിൾ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നത്. കാരണം 10ാം ദിവസം ഇത് ചീഞ്ഞഴുക്കായി പോകും. നമ്മുടെയൊക്കെ കടകളിൽ ഈ സാധനങ്ങൾ വന്നിട്ട് എത്ര ദിവസമായിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ടുള്ള ദൂഷ്യം എന്തുമാത്രമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരമാണ് ഫാം ട്രീ നാച്ചുറൽസ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ കമ്പനി വരുമ്പോൾ ഒരു കാരണവശാലും ഒരു ചെറുകിട വ്യവസായത്തെ പോലും ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ചെറുകിട സംരംഭങ്ങളെയും ഫ്രൂട്ട് സ്റ്റാളുകാരെയും പച്ചക്കറിക്കാരെയും എല്ലാം ഞങ്ങൾ സേഫ് ആക്കിക്കൊണ്ടാണ്, അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് കമ്പനി അവിടേക്ക് വരുന്നത്. ഏറ്റവും നല്ല ഭക്ഷ്യവസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങൾ മനുഷ്യർക്ക് എത്തിക്കുക എന്നുള്ള മിഷൻ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഇതൊരു യു കനോട്ട് സേ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബിസിനസ്, ബട്ട് വി ആർ ടേക്കിംഗ് കെയർ ഇറ്റ് ഈസ് ആസ് എ മിഷൻ ടു പ്രൊട്ടക്റ്റ് ആൻഡ് കെയർ ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാനും ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാനും ഞങ്ങളുടെ കൂടെ പങ്കാളികളാകാനും നിങ്ങൾക്ക് സാധിക്കും. ഫാം ട്രീ നാച്ചുറലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഒക്കെ അറിയാൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക, ഞങ്ങളുടെ അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അങ്ങനെ തുടർന്നുള്ള വീഡിയോകൾ കാണുക. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. നമ്മുടെ നാട് ഐശ്വര്യ സമൃദ്ധിയുള്ളതായി മാറട്ടെ.